ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്. ഞാനിത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കനൊക്കെ ചേർത്ത് നല്ല മസാല ഇട്ട് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ചായയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണിത്. ഇതിനായിട്ട് ആദ്യം നല്ല ചൂട് പാനിലോട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ല കുഞ്ഞു പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പമായിട്ട് നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഇതിലോട്ട് ശകലം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് പെപ്പർ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത്. ഇനി ഇതിലോട്ട് 2 തക്കാളി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർക്കാം. ഒരു സവാളയ്ക്ക് 2 തക്കാളി, അതാണ് കണക്ക്. ഇനി ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്താണ് കുക്ക് ചെയ്തെടുത്തത്. നല്ല കുക്കായ തക്കാളിയിലോട്ട് നമുക്ക് കുറച്ച് ചിക്കനും കൂടെ ചേർത്ത്, ഓൾറെഡി കുക്ക് ചെയ്ത ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ബ്രെഡ് പൊടിച്ച് ചേർക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കുക്ക് ചെയ്യാത്ത ചിക്കനാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിക്കൻ ചേർത്ത് ശകലം വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇനി ബ്രെഡ് ഈ മസാലയോട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കും. ഇനി ഇതിലോട്ട് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ നല്ല ചൂട് ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. കുട്ടികൾക്കൊക്കെ ഈ സ്നാക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഒത്തിരി എരിവൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു ഡിഷാണിത്. വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്നും ട്യൂഷനിൽ നിന്നും ഒക്കെ വരുന്ന ടൈം അവർക്ക് നല്ല വിശപ്പായിരിക്കും. ആ സമയത്ത് ഇതുപോലെ സിമ്പിളായിട്ടുള്ള സ്നാക്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇതുപോലെ നല്ല ആസ്വദിച്ച് കഴിക്കും. അതുപോലെ ഇത് വളരെ ഹെൽത്തിയുമാണ്. എൻ്റെ മോൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.